ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിൽ ഒരു പെട്ടെന്ന് ചോറിന് കറി ചോറിന് ഒരു കറിയൊക്കെ മാത്രമായിട്ട് നമുക്ക് ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, നാട്ടിലുള്ളവർക്കല്ല കേട്ടോ, വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടി. അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് നമ്മൾ ഈ പാക്കറ്റ് സേവ് ഇവിടുത്തെ ഷോപ്സ് ഇല്ലേ, നമ്മുടെ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഫ്രോസ് കട്ട് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. അപ്പോൾ ഇത് ഫ്രോസൺ ഐറ്റംസിൻ്റെ കൂട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ ഫ്രോസൺ ഐറ്റംസ് നിങ്ങൾക്ക് 1 കിലോൻ്റെ 1/2 കിലോൻ്റെ ഒക്കെ ബാഗ് കിട്ടും. അതൊരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു പാനിലോട്ട് ഇതിൻ്റെ 1 കിലോൻ്റെ ഒരു പാക്കറ്റ്, ഒരു സവാള, പിന്നെ കുറച്ച് ഒരു വെളുത്തുള്ളി, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 ചതച്ചതും, പിന്നെ 2 വറ്റൽമുളകും, 2-3 പച്ച ഗ്രീൻ ചില്ലിയിൽ അതും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. ഒന്നിച്ചിട്ടിട്ട് മൂടി വെക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന പോലെ ഞാൻ യൂഷ്വലി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് മൂടി വെക്കാതെ ഒരു മീഡിയം തീയിൽ വെച്ച് ഇത് വേവുന്നവരെ, നിങ്ങളുടെ പാകത്തിന് വേവുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ ഒരു 5-10 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. ചോറിലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു പച്ചക്കറി വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ വെളിയിലെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി, അങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാൻ പറ്റും. താങ്ക് യു.